ഇന്ന് കലയരങ്ങ്. നമസ്തേ, കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങ് സാഹിത്യപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവതരിപ്പിക്കാമെന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഏതാനും സരസ ശ്ലോകങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഒരു സരസ ശ്ലോകം ഇപ്പോൾ ചൊല്ലാൻ പോവുകയാണ്. ആ ശ്ലോകത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ഒരു മടിയൻ, കോഴി മടിയൻ, ഒരു വക പണിയെടുക്കില്ല. അവനെ എന്തെങ്കിലുമൊക്കെ കാശ് നല്ലോണം കിട്ടി ചിലവാക്കാൻ നല്ല ബഹുമെടുക്കാനാണ്. ഭക്ഷണമൊക്കെ ഇഷ്ടം പോലെ കഴിക്കണം. അപ്പോൾ പ്രഭുക്കളുടെയൊക്കെ വീട്ടിൽ, അപ്പോൾ ഈ എല്ലാ ക്ഷേത്രങ്ങളിലൊക്കെ പോകും, അങ്ങനെയൊക്കെ ജീവിതം. അപ്പോൾ ഒരു ഇത് നടക്കെ ചെന്ന് നിന്നിട്ട് ഈ പ്രധാനമായിട്ടുള്ള പ്രാർത്ഥന എന്താണെന്നറിയാമോ? എനിക്ക് പണം കിട്ടണേ, എനിക്ക് പണം കിട്ടണേ, എനിക്ക് സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റണേ എന്നൊക്കെയുള്ള പ്രാർത്ഥന. അങ്ങനെ പണം കിട്ടാനായിട്ട് ഒരിക്കൽ ഭഗവാനോട്, താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രത്തിലെ വിഗ്രഹത്തോട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്താണെന്നറിയാമോ? ഭഗവാനെ, ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ എനിക്ക് വഴിയെ കിടന്ന് 1000 രൂപ കിട്ടണേ. എന്നിട്ടോ 1000 രൂപ കിട്ടിയ അതിൽ നിന്ന് പകുതി 500 രൂപ ഞാൻ അവിടത്തേക്ക് അങ്ങോട്ട് തരാം, ബാക്കി 500 ഞാൻ ഉള്ള കാര്യം പറയാം. എന്താ, അങ്ങക്ക് എന്നെ വിശ്വാസമല്ലേ? ഞാൻ 1000 രൂപ കിട്ടി 500 അങ്ങ് തന്നേക്കാന്നേ എന്ന്. അപ്പം ഇനിയിപ്പോൾ വിശ്വാസത്തിന് കുറവാണെന്നുണ്ടെങ്കിൽ, ഒരു പേടി, ഞാൻ തരുമല്ലേ എന്നൊരു പേടി ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, അങ്ങയുടെ പങ്ക് ആദ്യം അങ്ങ് എടുത്തോളൂ. ഭഗവാനെ, അങ്ങ് എടുത്തോളൂ 500 രൂപ, ബാക്കിയുള്ള 500 രൂപ എനിക്ക് തന്നൂടെ? അതാണ് ചോദ്യം, അതാണ് പ്രാർത്ഥന. അതിന് പണ്ടൊക്കെ ഉള്ളവരെങ്ങനെ വെച്ചാൽ നിമിഷ കവിയായിട്ട് അപ്പം പെട്ടെന്ന് അങ്ങോട്ട് കവിത എഴുതും. അങ്ങനെയുള്ള സഹൃദയർ ഒരുപാടുള്ള കാലമായിരുന്നു പഴയ കാലമൊക്കെ. അത്തരത്തിൽ എഴുതിയ ഒരു സഹൃദയൻ എഴുതിയ ഒരു കവിതയാണ്, ഒരു പ്രാർത്ഥനയാണ് അയാളുടെ കവിതയിലൂടെയുള്ളൊരു പ്രാർത്ഥന. ആ ശ്ലോകം ഒന്ന് ഞാൻ ചൊല്ലാം. അപ്പോൾ ഭഗവാനെ, എനിക്ക് വഴി കിടന്ന 1000 രൂപ കിട്ടണേ, അതിൻ്റെ പകുതി ഞാൻ അവിടത്തേക്ക് കാഴ്ചയായിട്ട് തരാം. അല്ല, അങ്ങേക്ക് ഇനിയിപ്പോൾ ബാക്കി പകുതിയെ ഞാൻ എടുക്കുള്ളൂ. അല്ല, അങ്ങേക്ക് ഇനിയിപ്പോൾ ഞാൻ തരുമല്ലേ എന്നൊരു പേടിയുണ്ടെങ്കിൽ അങ്ങയുടെ പങ്ക് പകുതി ആദ്യം എടുത്തോളൂ, ബാക്കിയുള്ള പകുതി, എൻ്റെ പങ്ക് പകുതി എനിക്ക് വേഗം തരണേ എന്നുള്ളതാണ് പ്രാർത്ഥന. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം അതാണ്. ശ്ലോകം ഞാനൊന്ന് വായിക്കാം. വിശ്വാധീശ്വര, ലോകം മുഴുവൻ അധീപനായിട്ടുള്ള അല്ലയോ ഈശ്വര, വിശ്വാധീശ്വര, രൂപയായിരമെനിക്ക് റോട്ടിലെങ്ങാൻ കിടൻ ആശ്വാസത്തോടു കിട്ടിയെങ്കിലവിടേക്കായി അതിൽ ഏകാമതിൽ പാതി ഞാൻ. എന്താണ്? വിശ്വാധീശ്വര, രൂപയായിരമെനിക്ക് റോട്ടിലെങ്ങാൻ കിടന്നാശ്വാസത്തോടു കിട്ടിയെങ്കിലവിടേക്കേകാമതിൻ പാതി ഞാൻ. എനിക്ക് 1000 രൂപ കിട്ടിയ പകുതി ഞാൻ അങ്ങോട്ട് തരാം. വിശ്വാസം കുറവെങ്കിലോ, ഞാൻ തരൂല്ലെന്ന് അങ്ങേക്ക് വിശ്വാസത്തിന് കുറവാണെങ്കിൽ, വിശ്വാസം കുറവെങ്കിലോ തിരുവടിക്കുള്ളൊരു പങ്കാദ്യമായി ചായോഗ്യമെടുത്തു ബാക്കി തരണേ, പിന്നെന്തു പേടിക്കുവാൻ. വിശ്വാസം കുറവാണെന്നുണ്ടെങ്കിൽ തിരുവടിക്കുള്ളൊരു പങ്ക്, അങ്ങേക്കുള്ള പങ്ക് ആദ്യം ഇച്ഛായോഗ്യമെടുത്തോളൂ, ഇഷ്ടത്തോടു കൂടി അതങ്ങോട്ട് എടുത്തോളൂ. ബാക്കി തരണേ, ബാക്കിയുള്ള എൻ്റെ പങ്ക് എനിക്ക് തരണേ, പിന്നെന്തു പേടിക്കുവാൻ. പിന്നെ ഇപ്പം എന്താ പേടിക്കാൻ? ഞാൻ തരില്ലാവോ എന്നുള്ള ആ പേടിയൊക്കെ അങ്ങോട്ട് പോവില്ല, അതെടുത്തോളൂ എന്നാ പറയുന്നത്. ശ്ലോകം ഒന്നുകൂടെ വായിക്കുകയാണ്. വിശ്വാധീശ്വര, രൂപയായിരമെനിക്ക് റോട്ടിലെങ്ങാൻ കിടന്നാശ്വാസത്തോടു കിട്ടിയെങ്കിലവിടേക്കേകാമതിൻ പാതി ഞാൻ. വിശ്വാസം കുറവെങ്കിലോ തിരുവടിക്കുള്ളൊരു പങ്കാദ്യമായി യോഗ്യമെടുത്തു ബാക്കി തരണേ, പിന്നെന്തു പേടിക്കുവാൻ. എങ്ങനെയുണ്ട് പ്രാർത്ഥന? നല്ല ഉഗ്ര പ്രാർത്ഥനയല്ലേ? ഇനി ഇത് ഒരു സരസ ശ്ലോകം. ഇത്തരത്തിലുള്ള സരസ ശ്ലോകങ്ങൾ
ധാരാളം പേർക്ക് അറിയാമായിരിക്കും, ധാരാളം ശ്ലോകങ്ങളുണ്ട്. ഈ ചാനലിലിടും, മറ്റുള്ളവർക്കും കേൾക്കാമല്ലോ, താല്പര്യമുള്ളവർക്ക് കേൾക്കാമല്ലോ. ഒരു ശ്ലോകം കൂടെ ഞാൻ ചൊല്ലാം. പണ്ട് ഈ രാജാക്കന്മാരൊക്കെ രാജ്യം ഭരിക്കുമ്പോൾ അവരെ പറ്റിയൊക്കെ പുകഴ്ത്തി പാടിയാൽ സമ്മാനങ്ങളൊക്കെ കിട്ടും. സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, രാജാവിനോട് ഉപമ പഠിപ്പിക്കുമ്പോൾ, സ്കൂളിൽ പഠിക്കുമ്പോൾ ഉപമ എന്ന് പറയുന്ന ഒരു അലങ്കാരത്തെ പറ്റി പഠിപ്പിക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്നത് കുഞ്ചൻ നമ്പ്യാർ ചൊല്ലിയിട്ടുള്ളതാണ്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. രാജാവിനോട് പറയാം, അങ്ങയുടെ മന്നവേന്ദ്ര, രാജാക്കന്മാരിൽ ഇന്ദ്രനായിട്ടുള്ളവനെ വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ, ചന്ദ്രൻ്റെ പോലെ മനോഹരമായിട്ട് നിൻ്റെ മുഖം ഇരിക്കുന്നു. അത് അങ്ങനെ കേട്ടാൽ സമ്മാനം കിട്ടും. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആ പോലെ എന്നുള്ള ആ ഉപമ കാണിക്കാൻ വേണ്ടിയിട്ടന്ന് ക്ലാസ്സിലെ ടീച്ചർമാരൊക്കെ പറയണ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ അതുപോലെ ഒരു രാജകുടുംബത്തിൽ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ രാജാവിൻ്റെ ഭാര്യമാരെ വിളിക്കുന്നത് കെട്ടിലമ്മ എന്നാണ്. അതായത് 4 കെട്ട്, 16 കെട്ട്, 8 കെട്ട്, അങ്ങനെ ഓരോ വലിയ 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 ബംഗ്ലാവുകൾക്ക് കെട്ട് എന്നാണ് പറയുക, 4 കെട്ടൊക്കെ അതിലുള്ളത്. അപ്പോൾ ആ കെട്ടിലെ അമ്മയായിട്ട് രാജ്ഞിയായിട്ട് ജീവിക്കുന്ന രാജാവിൻ്റെ ഭാര്യയെ കെട്ടിലമ്മ എന്നാണ് പറയുക. ആ ഒരു കെട്ടിലമ്മയെ കണ്ടപ്പോൾ തോലൻ എന്ന് പറയുന്ന ഒരു കവി, സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ളതാണ്, മലയാളത്തിലായിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. ആ കവി കൊട്ടിലമ്മയെ വർണ്ണിക്കുന്ന ഒരു ശ്ലോകമാണ്. അവരുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ്. അപ്പോൾ അവർക്ക് സന്തോഷം തോന്നുമല്ലോ. എന്തു ഭംഗിയാണ് എൻ്റെ തലമുടി കാണാൻ എന്ന് കേട്ടാൽ ഏതൊരു സ്ത്രീയാണ് സന്തോഷിക്കാത്തത്? എൻ്റെ മനോഹരമായ കണ്ണുകൾ, താമരപ്പൂവിൻ്റെ ഇതൾ പോലെ നീണ്ട് ഇടംപെട്ട കണ്ണുകൾ എന്ന് കേട്ടാൽ വലിയ സന്തോഷം ഇല്ലേ? അതുപോലെ മൂക്ക്, തിലപുഷ്പം, എള്ളിൻ്റെ പൂ പോലെ മനോഹരമായ പുഷ്പം, മൂക്ക് എന്നൊക്കെ കേട്ടാൽ സന്തോഷിക്കാത്ത സ്ത്രീകളില്ല. സ്ത്രീകളുടെ സൗന്ദര്യം വർണ്ണിക്കുന്നത് കവികളൊക്കെ ഒരു പതിവാണ്. അതാണ് ഒരു മുഖ്യ വിഷയം തന്നെ. അങ്ങനെ ഒരു കെട്ടിലമ്മയെ വർണ്ണിക്കുന്നൊരു കവിതയാണ് ഞാനിവിടെ ചൊല്ലാൻ പോണത്. അന്നത്ത പോക്കി അന്നത്ത പോക്കി, പോക്കി എന്ന് പറഞ്ഞാൽ നടക്കുന്നവളെ, അന്നത്ത പോക്കി, അന്നം അരയന്നം, അരയന്നം നടക്കുന്നവളെ പോലെ നടക്കുന്നവളെ. പിന്നെയോ കുയിലൊത്ത പാട്ടി, കുയിൽ പാട്ട് പാടുന്ന കുയിലിൻ്റെ ശബ്ദം, നിൻ്റെ ശബ്ദം നല്ല കുയിലിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നല്ല ശബ്ദം എന്നാണ് അർത്ഥം. കുയിലൊത്ത പാട്ടി, കുയിലിനെ പോലെ പാട്ട് പാടുന്നവളെ. തേനൊത്ത വാക്കി, തേൻ നല്ല മധുരമുള്ളതല്ലേ, അതുപോലെ കേൾക്കാൻ നല്ല മധുരമുള്ള ഇമ്പമുള്ള വാക്കുകൾ പറയുന്നവളെ തേനൊത്ത വാക്കി. കൊട്ടിലമ്മയ്ക്ക് സന്തോഷിക്കാൻ പറയാൻ വേണം. പിന്നെ തിലപുഷ്പമൂക്കി, കൊട്ടിലമ്മയുടെ മൂക്ക് ആണെങ്കിൽ തിലപുഷ്പം, എള്ളിൻ്റെ പൂ പോലെ ഇങ്ങനെ നീണ്ട് മനോഹരമായ മൂക്കും. പിന്നെ ദരിദ്രയില്ലത്തയവാഹു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തീം. ദരിദ്രയില്ലത്ത യവാഹു, യവാഹു എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളം. ദരിദ്രയില്ലത്ത യവാഹു എന്ന് പറഞ്ഞാലോ കഞ്ഞിവെള്ളം കൊഴുത്തായിരിക്കുക. ദരിദ്രയില്ലത്താവുമ്പോൾ ആ വെള്ളം കുടിക്കാൻ എല്ലാവർക്കും തികയണ്ടേ. അപ്പം അതിന് വേണ്ടി എന്ത് ചെയ്യും, കഞ്ഞിവെള്ളത്തിൽ കുറച്ച് വെള്ളം ഒഴിക്കും. അപ്പം അത് കഞ്ഞിവെള്ളത്തിൻ്റെ കൊഴുപ്പൊക്കെ പോയി ഒഴിക്കുമ്പോഴേക്കും അങ്ങോട്ട് ഒഴുകിപ്പോകും നീണ്ട്. എന്ന പോലെയാണ് ഈ തമ്പുരാട്ടിയുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ. കഞ്ഞിവെള്ളം പോലെ കണ്ണോ? അതല്ല ഉദ്ദേശം. കഞ്ഞിവെള്ളം നീണ്ട് ഒഴുക്കോടുകൂടി ഒഴുകിപ്പോകുന്നു. അതുപോലെ നീളത്തിൽ ഇങ്ങനെ നീണ്ട് ഇടംപെട്ട നീണ്ട കറുത്ത നീണ്ട കണ്ണുകൾ. അത് സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ്. നീണ്ട കണ്ണുകൾ, അതിലിങ്ങനെ കൃഷ്ണമണികൾ അങ്ങ് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കെട്ടിലമ്മയെ എങ്ങനെയാണ് അന്ന ശ്ലോകം ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ. ദരിദ്രയില്ലത്തെ യവാഹു പോലെ, പട്ടിണി ആയി കിടക്കുന്ന ഒരു ഇല്ലത്തെ കഞ്ഞിവെള്ളം പോലെ നീണ്ടിട്ടിരിക്കുന്ന നയനദ്വയത്തി, 2 കണ്ണുകൾ, നയനം കണ്ണുകൾ രണ്ടും നീണ്ടിരിക്കുന്ന കണ്ണുകളോട് കൂടിയവളെ. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ. ഓ എൻ്റെ കെട്ടിലമ്മ, എൻ്റെ തമ്പുരാട്ടി, അവിടുത്തെ ആ കണ്ണുകൾ, നീണ്ട് ഇളംപെട്ട കണ്ണുകൾ, അതെത്ര മനോഹരം. അവിടുത്തെ മൂക്ക് എള്ളിൻപൂ പോലെ എത്ര സുന്ദരം. പിന്നെയോ
അവിടുത്തെ ശബ്ദം, വാക്കുകൾ എത്ര മനോഹരം മധുരമുള്ളത്. പിന്നെ പോയിട്ട് അങ്ങയുടെ അവിടുത്തെ ശബ്ദം കുയിലിൻ്റെ ശബ്ദമല്ലേ. പിന്നെ അവിടുത്തെ നടപ്പ് അന്നനട അരയന്നത്തിനെ പോലെ ഇങ്ങനെ ആ പുറകുഭാഗത്തിൻ്റെ ചലനം അരയന്നം നടക്കുമ്പോൾ ചലിക്കുന്നത് പോലെ തോന്നുന്നത് എന്ന് ഈ സ്ത്രീയെ, ഈ കുട്ടിലമ്മയെ പുകഴ്ത്തുന്ന ഒരു ശ്ലോകമാണിത്. ഞാൻ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. അന്നൊത്ത പോറ്റി കുയിലൊത്ത പാട്ടി തേനൊത്ത വാക്കി തില പുഷ്പമൂക്കി ദരിദ്രയില്ലത്തയവാഹു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. എന്താണ് പറയുന്നത്? അന്നൊത്ത പോക്കി കുയിലൊത്ത പാട്ടി തേനൊത്ത വാക്കി തില പുഷ്പമൂക്കി ദരിദ്രയില്ലത്തയവാഹു പോലെ നീണ്ടിട്ടിരിക്കും നയനദ്വയത്തി. മനോഹരമായ ശ്ലോകം. നിങ്ങൾക്ക് ആരോടൊക്കെ ഇത് പറയാൻ പറ്റുമോ? ഇതിനെ ആസ്വദിക്കുമെന്ന് തോന്നുന്നുവോ? അവരോടൊക്കെ പറയൂട്ടോ. നിങ്ങൾക്ക് മറ്റ് ഗ്രൂപ്പുകളിൽ അതിലൊക്കെ ഇട്ട് കൊടുത്തോളൂ. കേട്ടോട്ടെ എന്നേ ആൾക്കാർ. ഒരു സന്തോഷമല്ലേ. അപ്പോൾ ശരി, ഇന്നത്തെ സാഹിത്യ ശ്ലോകം, സരസ ശ്ലോകം ഞാനിവിടെ നിർത്തുന്നു. അടുത്ത കലയരങ്ങ് ദിവസം മറ്റൊരു പദാർത്ഥവുമായിട്ട്, എന്തെങ്കിലും ഒരു ആർട്ടിക്കിളുമായിട്ട് വരാം. ഇതുവഴി വന്നാലും ഈ സരസ ശ്ലോകങ്ങൾ നിങ്ങളെല്ലാവരും ആസ്വദിച്ചാലും